ഇന്നത്തെ ഒരു രാജകീയ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ, സ്റ്റഫ്ഡ് ഇഡ്ഡലി വിത്ത് ഉള്ളി ചമ്മന്തി. ഏത് കൊട്ടാരത്തിലാണ് ഇതിങ്ങനെ വിളമ്പണേന്നൊന്നും ചോദിക്കരുതിട്ടാ. ആദ്യം തന്നെ ഞാൻ ഈ ഉള്ളി ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടേ ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു വാളം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് അങ്ങോട്ട് വഴറ്റി അത് മാറ്റി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള വറ്റൽ മുളകാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഈ എണ്ണയിലിട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് അങ്ങ് മാറ്റി കൊടുക്കുക. പിന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ അങ്ങോട്ട് ഇട്ട് വഴറ്റി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണിട്ടാ. ഇനി ഇതെല്ലാം നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ കൊണ്ട് അടിച്ചെടുക്കുക. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്ന ചമ്മന്തി അല്ല കേട്ടോ ഇത്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ കടുകും കറിവേപ്പിലോട് താളിച്ചൊഴിച്ചാൽ നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയായിട്ടാണ് വേണ്ടത്. ആദ്യം തന്നെ കുറച്ച് എണ്ണ അങ്ങോട്ട് തൂത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ കുറച്ച്. എന്നിട്ട് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഇല്ലേ അത് വേണം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു ഇഡ്ഡലിയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഒരു വശം നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാലേ നമുക്ക് ഇനി അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മറ്റേ വശം കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുക. കളറൊന്നും അങ്ങോട്ട് നന്നായിട്ട് മാറി വരണമെന്നൊന്നുമില്ല കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ സ്റ്റഫ്ഡ് ഇഡ്ഡലി. അതിവിടെ റെഡി ആയിട്ടില്ലേ? ഇനി എന്താ പണി നേട് കഴിച്ചാൽ പോരെ അല്ലേ നമ്മുടെ ഉള്ളി ചമ്മന്തി കൂട്ടിയിട്ട്. ശരിക്കും ഈ ഒരു ഇഡ്ഡലി കഴിക്കാനായിട്ടേ ഉള്ളി ചമ്മന്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു മസാലയൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടറ്റോ മസാല മാത്രമല്ല കേട്ടോ, ഇനി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട് ചിക്കൻ മസാലയൊക്കെ വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. നമ്മുടെ മക്കൾസിനൊക്കെ സ്നാക്ക് ബോക്സിലേക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടി ആട്ടോ ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ പേജ് ഫോളോ ചെയ്യാനൊന്നും മറന്നു പോകണ്ട കേട്ടോ.